നമുക്ക് എറണാകുളത്തെ ഒരു മണ്ഡലത്തിലെ ചർച്ചകളിലേക്ക് പോയാൽ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൽ പോര് തുടങ്ങിക്കഴിഞ്ഞു. ഉമാ തോമസ് എംഎൽഎക്കെതിരെ AICC നേതൃത്വത്തിന് പരാതി ലഭിച്ചിരിക്കുന്നു. ഒരു വിഭാഗം പ്രാദേശിക പ്രവർത്തകരാണ് വീണ്ടും അവസരം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. സംഘടനാ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടെന്നും ജനപ്രതിനിധി എന്ന നിലയിൽ പരാജയമെന്നുമാണ് ആരോപണം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് അടക്കമാണ് പരാതികൾ ലഭിച്ചിരിക്കുന്നത്. എറണാകുളത്തെ കോൺഗ്രസിൽ രൂപപ്പെട്ട തർക്കങ്ങളുടെ ഭാഗമാണ് ഈ പരാതി എന്ന് വിലയിരുത്തണം. തൃക്കാക്കരയെ സ്ഥാനാർത്ഥിയായി മറ്റൊരാളെ പരിഗണിക്കണമെന്നതാണ് പരാതിക്കാരുടെ ആവശ്യം. സജോ ദേവസ്യാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. സജോ, ഉമാ തോമസ് തന്നെ തൃക്കാക്കരയെ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പാർട്ടിക്കകത്തു നിന്നും. അതിനിടയിൽ ഈ പരാതി ഉയർന്നതിന് പിന്നിൽ എന്താണ്? എറണാകുളത്തെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളാണോ കാരണം? വിനീത, കെ ബാബുവിന്റെ കാര്യത്തിൽ ഒഴികെ മറ്റ് പാലക്കാടും ഒഴികെ മറ്റെല്ലാ സിറ്റിംഗ് MLA-മാരെയും പരിഗണിക്കുക എന്നൊരു ധാരണയാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എറണാകുളത്തിന്റെ കാര്യത്തിൽ പതിവിന് വിരുദ്ധമായ ഒരു പരാതിയും വ്യാപകമായി തന്നെ ഉയരുന്നു. അതിന് പിന്നിൽ പലതരത്തിലുള്ള ആഭ്യന്തര സമവാക്യങ്ങളുടെ തുടർച്ചയുണ്ട് എന്ന് വിലയിരുത്തണം. തൃക്കാക്കരയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഉമാ തോമസ് MLA സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അവർ അവിടെ വിജയിച്ചു കയറി PT-യുടെ സഖി എന്ന നിലയിലാണ് അവർ മത്സര രംഗത്തേക്ക് വരുന്നതും. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലും അവർക്ക് അവസരം ലഭിക്കും എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടെയാണ് തൃക്കാക്കര കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള തർക്കം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടത്. അത് ഉമാ തോമസ് MLA-ക്കെതിരായ പടയൊരുക്കമായി മാറുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. AICC ജനറൽ സെക്രട്ടറി, അതായത് കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കടക്കം 5ഓളം പരാതികൾ ഇതിനകം ലഭിച്ചു. അതായത് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സംഘടനാ ചുമതല മുതൽ ജനപ്രതിനിധി വരെ ഉള്ള ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള വീഴ്ച ഉമാ തോമസ് MLA-യുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് അവർക്ക് വീണ്ടും അവസരം നൽകേണ്ട കാര്യമില്ല. സംഘടനാപരമായ ഏതെങ്കിലും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല ഉമാ തോമസ് MLA ജനപ്രതിനിധിയായി മത്സരിക്കാനുള്ള അല്ലെങ്കിൽ നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം അവർക്ക് നൽകിയത്. വീണ്ടും അത് ആവർത്തിച്ച് നൽകേണ്ടതില്ല എന്ന പരാതിയാണ് ഉള്ളത്. സംഘടനാപരമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. SIR അടക്കം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യത്തിലടക്കം വലിയ വീഴ്ചയുണ്ടായി. ഇന്ന് തൃക്കാക്കര കോൺഗ്രസ് ഓഫീസിൽ, നിയോജക മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെ ഭാഗമായുള്ള പുരോഗതി വിലയിരുത്തുന്നതിന് പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരുന്നു. എറണാകുളത്ത് തന്നെയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇത് വിലയിരുത്തുന്നതിന് വേണ്ടി എത്തിച്ചേരാനും നിശ്ചയിച്ചിരുന്നു. പക്ഷേ തർക്കത്തിന്റെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ ആ യോഗം തന്നെ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കമുണ്ടായി. അതിൽ പ്രാദേശിക തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കോൺഗ്രസിന്റെ രീതി അനുസരിച്ച് അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA ഉണ്ടെങ്കിൽ ആ MLA-യുടെ മേൽനോട്ടത്തിലാകും ഈ പ്രവർത്തനങ്ങൾ നടക്കുക. ആ പ്രവർത്തനത്തിൽ പോലും കാര്യമായ വീഴ്ചയുണ്ടായി. അതുകൊണ്ട് അർഹതപ്പെട്ട മറ്റാരെയെങ്കിലും പരിഗണിക്കണം എന്ന പരാതിയാണ് ഇത്. പക്ഷേ ചില ഗ്രൂപ്പ് സമവാക്യങ്ങൾ അടക്കമുള്ള കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങളുടെ തുടർച്ചയാണ് ഈ പരാതി. അതിനെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുക എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. ശരി, ഏതായാലും പരാതി ഉയർന്നിരിക്കുന്നതിൽ ഉമാ തോമസിന്റെ പ്രതികരണവും നമുക്ക് തേടേണ്ടതുണ്ട്. എറണാകുളത്തെ പുതിയ തർക്കങ്ങളാണോ ഇത്തരത്തിലൊരു പരാതിയിലേക്ക് നയിച്ചത് എന്നത് തന്നെയാണ് സ്വാഭാവികമായും സംശയിക്കുന്നത്. സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.